നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ഈ പുതിയ ദിനത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. മനോധൈര്യം തളരുമ്പോൾ നമ്മെ ധൈര്യമുള്ളവരാക്കി മാറ്റുന്ന ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ആത്മധൈര്യം പ്രദാനം ചെയ്യുന്ന, ആത്മധൈര്യം നൽകി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശാന്തതയോടെ ആരാധിക്കാം. അവിടുത്തെ മധുരമൊഴി കേട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റാം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 6-ാം തിരുവചനം. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? വീണ്ടും തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം തിരുവചനം പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെ ആത്മാവിനെ നൽകി ആത്മധൈര്യത്തോടെ ഈ ഭൂമിയിലെ ജീവിതത്തെ നയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ഈശോ ഈ വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ തളർന്ന മനസ്സിന് ബലം കിട്ടും, തളർന്ന കാലുകൾക്ക് ബലം കിട്ടും, തളർന്ന ശരീരത്തിന് ബലം കിട്ടും. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇന്ന് ഭയത്തിനടിമപ്പെട്ട് ജീവിക്കുകയാണ്. മനുഷ്യനിന്ന് പല ഭയങ്ങളുടെ അടിമത്തത്തിലാണെന്ന് നമുക്കറിയാം. ചിലർക്ക് ഇരുട്ടിനെ ഭയം, ചിലർക്ക് ചില പക്ഷിമൃഗാദികളെ ഭയം, ചിലർക്ക് ഉയരത്തെ ഭയം, ചിലർക്ക് ഏതെങ്കിലും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭയം, വ്യത്യസ്തങ്ങളായ ഭയം, ആൾക്കൂട്ടത്തെ ഭയം, ചിലർക്ക് രക്തം കാണുമ്പോൾ ഒരു ഭയം. അങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ മനുഷ്യൻ നിന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ പോലും
ഭയപ്പെടുന്ന മനുഷ്യൻ, ആത്മധൈര്യം ചോർന്നു പോകുന്ന മനുഷ്യനെ നമുക്കിന്ന് കാണാനായിട്ട് പറ്റും. ഈ ദിവ്യകാരുണ്യത്തിൽ ആത്മധൈര്യം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം ഏകദേശം 5 വർഷങ്ങളായി ഡയാലിസിസ് ചെയ്യുകയാണ്. 2 കിഡ്നിയും പോയ മനുഷ്യനാണ്. 2 കിഡ്നിയും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം രോഗാതുരമായ ഈ അവസ്ഥയിൽ ഈ മനുഷ്യൻ ആഴ്ചയിൽ 2 തവണ ഡയാലിസിന് പോകുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സംഭവം ഇപ്രകാരമാണ്: അച്ഛാ, ഡയാലിസ് തുടങ്ങിയ സമയത്ത് ഞങ്ങളോടൊപ്പം 50 പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഞാൻ മാത്രമാണ് ഇന്നും ഡയാലിസ് ചെയ്ത് പോകുന്നത്. ബാക്കി 49 പേരും ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ ഓരോ പ്രാവശ്യവും ഡയാലിസിസ് ചെയ്യുവാനായിട്ട് പോകുമ്പോൾ, ഡയാലിസിസ് ആരംഭിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജപമാലയുണ്ടാകും. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 7 സമ്പൂർണ്ണ ജപമാലകൾ ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ ഡയാലിസിസ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. ഊർജ്ജസ്വലതയോടെ ഞാൻ വീണ്ടും കർമ്മനിരതനായി എൻ്റെ ജീവിതത്തിൽ ആത്മധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ ഏലിയാസ് എന്ന് പറഞ്ഞ ഈ ചേട്ടൻ, അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ മരണപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മരണത്തോട് അടുത്ത് നിൽക്കുന്നവരെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പറയും. ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഈ ഡയാലിസിസ് ചെയ്തു പോകുമ്പോൾ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്, ആത്മധൈര്യത്തിൽ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ? അതെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഈ മനുഷ്യൻ ഇന്ന് വിശ്വാസ ജീവിതം നയിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക. മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ശക്തരും ധീരരുമായിരിക്കുക. മോശ പ്രായാധിക്യം എത്തിക്കഴിയുമ്പോൾ ജോഷുവയോട് പറയും, ജോഷുവ, നീ ധൈര്യമായിരിക്കണം, ശക്തനും ധീരനുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. മോശ പറയുക, അവരെ പ്രതി, ശത്രുക്കളെ പ്രതി നീ പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കുവാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെയുണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ശക്തനും ധീരനുമായിരിക്കുക. മനോധൈര്യം തകർന്ന അവസ്ഥയിലാണോ? ആത്മധൈര്യമില്ലാത്ത അവസ്ഥയിലാണോ? ഈ ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നോക്കി നീ പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ, മനോധൈര്യം നൽകി എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മധൈര്യം നൽകി എൻ്റെ വിശ്വാസ ജീവിതത്തെ നയിക്കുവാനായിട്ടുള്ള കൃപ തരണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിലും 43-ാം അധ്യായത്തിലും ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കടന്നു പോകുമ്പോൾ ഏകദേശം 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, നബൂഖദ്നേസർ രാജാവിൻ്റെ മുമ്പിൽ ശദ്രാക്കും മെശാക്കും അബദ്നേഗോയും ധൈര്യത്തോടെ നിന്ന് അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധൈര്യത്തോടെ സംസാരിക്കുന്നത്. തീച്ചൂളയിലേക്ക് എറിയപ്പെടുവാൻ തങ്ങളെ രാജാവ് കൽപ്പിച്ചുവെന്നും തീച്ചൂളയിലേക്ക് തങ്ങൾ എറിയപ്പെടുമെന്നും മനസ്സിലാക്കിയിട്ടും ഈ ശദ്രാക്കും മെശാക്കും അബദ്നേഗോയും, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദൈവന്മാരെയോ നീ നിർമ്മിച്ച ബിംബത്തെയോ ആരാധിക്കുകയില്ല. അതെ, ഭയപ്പെടാതെ മനോധൈര്യത്തോടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിന്ന് ഓടിപ്പോകാതിരിക്കണമെങ്കിൽ മനോധൈര്യം ഉണ്ടാകണം. അതിന് തിരിച്ചറിവ് വേണം, ദൈവം എൻ്റെ കൂടെയുണ്ട്.
അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞ് അവൻ എൻ്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ്. നമുക്ക് എല്ലാ ഭയങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലേ. കുഞ്ഞെ, കരയേണ്ട. നീ ഭയന്ന് കരയുന്ന വ്യക്തിയാണോ? ഈശോ പറയുകയാണ്, ഭയപ്പെടേണ്ട. മകളെ, മകനെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുത്, നീ എൻ്റെ കൺമണിയാണ്. ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തുന്നു. ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ഗാനത്തിൻ്റെ ഈരടികളോടെ ഈശോയിലേക്ക് നോക്കി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, മനോധൈര്യം നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ ആ സഹോദരൻ്റെ ജീവിതം ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസ് ചെയ്യുന്നു. ഓരോ ഡയാലിസ് ചെയ്യുമ്പോഴും 7 സമ്പൂർണ്ണ ജപമാലകൾ ചൊല്ലി അഭിഷേകത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ ശക്തി അദ്ദേഹം ആർജിക്കുന്നു. നമുക്കും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമുക്കും ശക്തി ആർജിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സഹനങ്ങൾ മനോധൈര്യം തളർത്തുമ്പോൾ, ജീവിതത്തെ വിഷമിപ്പിക്കുമ്പോൾ യേശുനാമം ആവർത്തിച്ചു പറയുന്നു. ആ നിമിഷങ്ങളിൽ ഒരു മനോധൈര്യം, ആത്മീയ ബലം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് അനേകര് അവരുടെ ജീവിത അനുഭവത്തിലൂടെ പറയുകയാണ്. മനോധൈര്യം നഷ്ടപ്പെടുമ്പോൾ, ഭയം നിന്നെ കീഴടക്കുമ്പോൾ, നീ വിളിക്കേണ്ട നാമം ഈ ദിവ്യകാരുണ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ നാമമാണ്. മനോധൈര്യം നഷ്ടപ്പെടുമ്പോൾ, ഭയങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തുമ്പോൾ, നീ യേശുനാമം ഉരുവിടുത്തു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മനോധൈര്യം ലഭിക്കും. പരിശുദ്ധാത്മാവാണ് മനോധൈര്യം നൽകുന്നത്, ആത്മധൈര്യം നൽകുന്നത്. ജപമാല പ്രാർത്ഥനകളിലൂടെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് യേശുനാമത്തിൽ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനോധൈര്യം നിറയപ്പെടും. നമുക്ക് മനോധൈര്യം തളർത്തുന്ന നമ്മുടെ ജീവിതത്തിലെ തെറ്റായ ചിന്തകളും തെറ്റായ ഭാവനകളും തെറ്റായ മനോഭാവങ്ങളും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഈശോയുടെ തിരുരക്തത്താൽ കഴുകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിൽ അവിടുന്ന് പറയുകയാണ്, ഹൃദയം, നിന്റെ ചിന്തകൾ ശരിയായിട്ടുള്ളതാണെങ്കിൽ നിനക്ക് മനോധൈര്യമുണ്ടാകും. ചിന്തകൾ വികലമാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഭയം കയറും. വികൃതമായ ചിന്തകൾ, അശുദ്ധമായ ചിന്തകൾ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചിന്തകൾ നിന്റെ ഉള്ളിലിട്ട് നടന്നാൽ നീ ഭയത്തിനടിമപ്പെടും, മനോധൈര്യം നഷ്ടപ്പെടും, നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ നീ ഏറ്റുവാങ്ങും. നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായം 5 പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്നും ദൈവം കണ്ടു. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. നീ അശുദ്ധമായ ചിന്തകൾ, അശുദ്ധമായ മനോഭാവങ്ങൾ നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നീ മനോധൈര്യം ചോർന്ന വ്യക്തിയായിത്തീരും, ഭയത്തിനടിമപ്പെട്ട വ്യക്തിയായിത്തീരും. നീ മറ്റുള്ളവർക്ക് ഒരു ഭയത്തിന് കാരണമായ വ്യക്തിയായി തരം താഴും. ഈശോ പറയുകയാണ്, നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക.
ഈശോയോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ആ അഗ്നി അഭിഷേകം നൽകി എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങൾ നമ്മുടെ ശിരസിലേക്ക് വയ്ക്കട്ടെ. എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഭയങ്ങളും വിട്ടുപോട്ടെ, മനോധൈര്യം നിറയട്ടെ. എല്ലാ അശുദ്ധിയും ചാരമായി മാറട്ടെ. ഈശോ പറയുന്നുണ്ട്, നിന്റെ ചിന്തകൾ വിശുദ്ധമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മനോധൈര്യം ലഭിക്കും. അശുദ്ധമായ ചിന്തകൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ നിന്റെ ഉള്ളിൽ നീ കൊണ്ടു നടന്നാൽ നിന്റെ ഉള്ളിൽ മനോധൈര്യം നഷ്ടപ്പെടും. ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ നമുക്ക് ഈശോയുടെ മുമ്പിൽ മുട്ടിന്മേലായിരിക്കാം. എവിടെയായിരുന്നോളട്ടെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം. ഈശോയെ, എൻ്റെ തളർന്ന മനസ്സിന് ബലം നൽകണമേ. എനിക്ക് മനോധൈര്യം നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് നമുക്ക് ആത്മധൈര്യം നൽകുന്നത്. ആത്മശക്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ ഈ വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് പറ്റും. അനേകം വിശുദ്ധർ മരണത്തിൻ്റെ മുമ്പിലും ധൈര്യപൂർവം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ അവരെ ബലപ്പെടുത്തിയത് ഈ ആത്മധൈര്യമാണ്, മനോധൈര്യമാണ്. നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ എത്ര കാറ്റുകൾ വന്ന് അതിനെ ഉലയ്ക്കാൻ ശ്രമിച്ചാലും അത് മറിഞ്ഞു പോവുകയില്ല. നിന്റെ ജീവിതമാകുന്ന കപ്പൽ യേശുവാകുന്ന ആ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയാൽ നിനക്കിളക്കം തട്ടില്ല. മനോധൈര്യത്തോടെ ഈ ഭൂമിയിലെ വിശ്വാസ ജീവിതം നിനക്ക് നയിക്കാനായിട്ട് പറ്റും. അതിനുള്ളൊരു അഭിഷേകം ഈ നിമിഷം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കുക. ഏതൊക്കെ ഭയമാണ് നിന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ് നിന്നെ ഭയപ്പെടുത്തുന്നത്? ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിന്നെ ഭയപ്പെടുത്തുന്നത്? ആ ഭയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് യേശുനാമം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ നിമിഷം
വിടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഭയങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ദൂരീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെ മധ്യസ്ഥതയിലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും വിശുദ്ധ തോമാസ് സ്ലീഹായുടെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ പാദ്രപ്പിയുടെയും വിശുദ്ധ ജോൺ മേരി വിയാനിയുടെയും സകല അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകന്മാരുടെ നാമത്തിലും പരിശുദ്ധ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ശക്തിയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് സർവ്വനാരിക ശക്തികളോടും അവയുടെ അടിമത്തങ്ങളോടും അന്ധകാരങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ സമൂഹത്തിൽ നിന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും അവരുടെ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അന്ധകാര ശക്തികളെ നിങ്ങളെ ശാസിച്ച് ബന്ധിച്ച് നിത്യപാതാളത്തിലേക്ക് തള്ളിക്കളയുന്നു. ഭയത്തിന് കാരണമാക്കുന്ന എല്ലാ ചിന്തകളും എല്ലാ ദുഷ്ടചിന്തകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഈ സമൂഹത്തിലുള്ളവർ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ, ഭയത്തിന് കാരണമാക്കുന്ന ദുഷ്ടശക്തികളെ നിങ്ങൾ പുറത്തു പോവുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നു. യേശു നിങ്ങളെ ശാസിക്കട്ടെ. യേശു നിങ്ങളെ പാതാളത്തിലേക്ക് തള്ളിക്കളയട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആത്മധൈര്യം നൽകി ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ